ലോക്കൽ ബോഡി ഇലക്ഷൻ വരും. അതിന് നേരിടക്കണം. 1.5 വർഷം കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരും. അതുകൊണ്ട് രാഹുലിനെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. പാലക്കാട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകണം. ജനങ്ങൾക്കൊപ്പം, പാർട്ടിക്കാർക്കൊപ്പം മാത്രമല്ല. ഇലക്ഷൻ കഴിഞ്ഞു, ഇനി പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കൊപ്പം ഉണ്ടാകണം. അതോടുകൂടി അസംബ്ലിക്കാരെയോട് ശ്രദ്ധിക്കണം. യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയി വേണം. ഇതെല്ലാം വിജയകരമായി നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥം ആശംസിക്കുന്നു. രാഹുലിനെയും ഷാഫിയെയും ശ്രീകണ്ഠനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവിടെ പാട്ടുപാടി കുറെ കൂടുതൽ വോട്ട് കിട്ടിയ അതിന് ശ്രമിച്ച കൃഷ്ണനാഥനെയും അഭിനന്ദിക്കുന്നു. എന്തോ നമ്മുടെ ചാമക്കാല, പുതുപ്പള്ളി, അതുപോലെ തന്നെ തൃക്കാക്കര, ഇത് 3ാമത്തെ ഹാട്രിക്കാണ്. ചാമക്കാല ഒരു ഡിപ്ലോമറ്റ് അല്ലേ, ഷാർപ്പാണ്. പറയാനുള്ള കാര്യങ്ങൾ ഷാർപ്പായിട്ട് പറയും. 3 ഇലക്ഷൻ്റെയും അതിൻ്റെ ക്രമീകരണം ചിട്ടയായിട്ട് അപ്രിയ കാര്യങ്ങൾ അപ്രിയമായിട്ട് പറഞ്ഞുകൊണ്ടത് ജയിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ കൂട്ടായ്മ കേരളത്തിൽ UDF തിരിച്ചുള്ളവർ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ ഉള്ള ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും. അസംബ്ലിയിൽ കോൺഗ്രസിലെ യുവശബ്ദത്തിൻ്റെ അത് കുറച്ചുകൂടെ ശക്തിയായി ഉയർത്തുവാൻ രാഹുലിൻ്റെ കൂടി വരവോടുകൂടി കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷ. അങ്ങനെ ഞാൻ എളുപ്പത്തിൽ പറയുന്നില്ല. വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻ കടുത്ത മത്സരമായിരിക്കും എൻ്റെ പ്രതീക്ഷ. ആ ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് കോൺഗ്രസും UDF ആരംഭിക്കണം. അത് ഈസി വാക്കോവറായിട്ട് ആരും കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി.